ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 12 അറിവാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഡേ 12 തന്നെ 6 മണിക്കാണെന്ന് വേക്കപ്പ് സോങ് വന്നത്. അർമാദം സോങ്, മറ്റേ ഫഹദ് ഫാസിലിൻ്റെ ആവേശം സിനിമയിലെ അർമാദം ആ ഒരു സോങ് ഇട്ടാണ് തുടങ്ങിയത്. പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ ഒരു സമയത്ത് ഈ ഒരു സോങ് അവരിട്ട് കൊടുത്തത്. ബിഗ് ബോസ് ഫൺ കോൺസ്റ്റിൻ്റെ ചോദ്യം അതായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ ഒരു സ്ഥിതിക്കാണ് ഇപ്പം ഈ ഒരു സോങ് 6 മണിക്കിട്ടത്. പ്രേക്ഷകർ വന്ന് ആഹാരം കുക്ക് ചെയ്യട്ടെ എന്നുള്ള ഒരു കമൻറ്റുമായിട്ട് നമ്മുടെ ജിസയിലൊരു കാര്യം പറയുന്നുണ്ട്. പ്രേക്ഷകരുടെ മറുപടി ഇവിടെ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അനീഷ് ബിന്നി ചൂലിനെ പറ്റിയുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ പോയി ബാത്റൂം ചൂലെടുത്ത് കിച്ചണിൽ കൊണ്ടിട്ടു എന്നാണിത്. കഴിഞ്ഞ സീസണിൽ ജിൻഡോയും സെയിമായിട്ട് ഒരു കാര്യം ചെയ്തായിരുന്നു. ബാത്റൂം ചൂൽ കൊണ്ട് വെക്കാൻ പറ്റില്ലെന്ന് ബിന്നി, അതായത് ആ ചൂലെടുത്ത് തിരിച്ചുകൊണ്ട് വയ്ക്കാൻ വേണ്ടി പറ്റില്ലെന്ന് ബിന്നി പറയുകയാണ്. അനുമോളും ജെയ്സി തമ്മിലുള്ള ഒരു ഇഷ്യൂ, ഭയങ്കരമായ ഒരു ഇഷ്യൂ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തിയൊക്കെ കട്ടെടുക്കുന്നതൊക്കെയാണ് ഈ ഒരു ജിസയിൽ ഇങ്ങനെ അനുമോളെ പറ്റി ഇപ്പോൾ ഒരു ഇതായിട്ട് പറയുന്നത്. ശരത്തും അനുമോളും തമ്മിലുള്ള ഒരു ചെറിയൊരു ക്രാഷ് പോലെ സംഭവം വന്നായിരുന്നു. അത് അവർ ഒതുക്കി തീർത്ത് വിട്ടിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട്. പണിപ്പുര ടിക്കറ്റ്, 4ാമത്തെ പണിപ്പുര പ്രവേശനം ടാസ്ക്കാണ്. ഒനിയൽ ശാരിക ഡെഡ് സോണിൽ പോയത് കൊണ്ട് 1000 പോയിൻ്റ് ഇവർക്ക് കിട്ടി. മൊത്തം 3000 പോയിൻറ്റിന് വേണ്ടി വേണം പണിപ്പുരയിൽ പോയി ഒരു സാധനം എടുക്കേണ്ടത്. ഈ റെന പണിപ്പുരയിൽ പോയി സാധനം എടുത്ത് വന്ന സമയത്താണെങ്കിൽ ഈ ശൈത്യ ഇടയിൽ കയറിയത് ഒട്ടും അങ്ങോട്ട് ശരിയായില്ല. ശൈത്യ എടുത്ത് അങ്ങോട്ട് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ ശൈത്യ അങ്ങോട്ട് കയറി ചെന്ന് ആ ഒരു ടൈമിങ് നശിപ്പിച്ചുകൊണ്ട് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് നോമിനേഷനാണ്. അതിലൊരു കാര്യമുണ്ട്. രേണു സുധി വന്നിട്ടാണെങ്കിൽ ആ ഒരു നോമിനേഷൻ പറയാൻ വേണ്ടി വന്നേക്കാണ്. എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ, രേണു സുധീനെ ഇപ്പോൾ അവിടെ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. ആ ഒരു കണ്ടസ്റ്റൻ്റ് ആ വീട്ടിൽ ഉണ്ടോ ഇല്ല എന്നുള്ള അതിൽ രേണു സുധി ഇപ്പോൾ ഒരു ഇൻവോൾവ്മെൻറ്റും കാണിക്കുന്നില്ല. പുറത്ത് വിന്നറാവണമെന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന അവരുടെ ഫാൻസുകാർ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാളോട് ഒരു പിന്നാക്കം അവിടെ കാണിക്കുന്നത്, അവരവിടെ ഉണ്ടോ എന്ന് പോലും ഒരു പിടുത്തം അവിടെ ഇപ്പോൾ കിട്ടുന്നത് അവർ അറിയാൻ പോലും വയ്യ. ഷാനവാസിൻ്റെ ഒരു മികച്ച നോമിനേഷൻ, അതായത് നെവിൻ ചെന്നിട്ട് ഇനി ക്യാപ്റ്റൻ ആവട്ടെ. ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ എല്ലാം കളിയും കാര്യങ്ങളും തമാശയായിട്ട് പോണ നെവിന് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഈ ഹൗസിൽ നിന്ന് കൺട്രോൾ ചെയ്യണമെന്നാണ് ഷാനവാസ് പറയുന്നത്. പണിപ്പുരയിൽ പോയി ആ ഒരു സാധനം എടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് അയക്കുകയുണ്ടായി. അതിൽ ചെന്ന് കയറുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, 10 സെക്കൻഡ് കഴിഞ്ഞ് കുറച്ചും കൂടി നിമിഷം കഴിയണം അവരിങ്ങ് പുറത്തിറങ്ങിയിരിക്കുന്നത്. പിന്നെ ജയിൽ നോമിനേഷൻ, 3 പേരെ വേണം ഇത്തവണ സെലക്ട് ചെയ്യേണ്ടത്. ഇത്തവണ 3 പേര് ജയിൽ നോമിനേഷൻ്റെ ഭാഗമാകും. അതിൽ 2 പേര് അകത്ത് പോകും, ഒരാൾ പുറത്ത് നിൽക്കും. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ വാട്സാപ്പിലൊക്കെ ഈ ഒരു ബിഗ് ബോസിൻ്റെ സ്റ്റിക്കേഴ്സ് നമ്മൾ കാണാറില്ലേ, കുറേ സ്റ്റിക്കേഴ്സൊക്കെ വരുമല്ലോ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒപ്പിക്കാൻ വേണ്ടി പറ്റിയ കുറേ മൊമെൻ്റൊക്കെ ഈ ഒരു എപ്പിസോഡിൽ കാണാൻ വേണ്ടി പറ്റി. ഒരുപാട് കാര്യം ഒപ്പിക്കാൻ വേണ്ടി പറ്റി. പിന്നെ ഷാനവാസും നമ്മുടെ ജിസയിലും തമ്മിലൊരു തർക്കം, ബ്യൂട്ടി പ്രൊഡക്റ്റ് ഇഷ്യൂ ആയിരുന്നേ. പിന്നെ ഒരു കാര്യം പറയാം, ഒരാൾ ആ ഒരു TV-യുടെ അവിടെ പോയി സംസാരിക്കാൻ നേരത്ത് അയാൾക്കൊരു അവസരം കൊടുക്കുകയാണ് വേണ്ടത്. അയാൾക്കൊരു അവസരം കൊടുത്ത് അങ്ങേരെ എന്തിനാണ് അവിടെ കൊണ്ടുള്ള ഒരു കാര്യം പറഞ്ഞ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ പറയാം. അനുമോളും ജിസയിലും തമ്മിൽ മാരൊക്കെ ഫൈറ്റ് തുടങ്ങി. ഭയങ്കര വിഷയം എന്ന് വെച്ചാൽ ഭയങ്കര വിഷയം. എനിക്ക് നല്ല കളിച്ചിൽ ചപ്പാത്തി കട്ട് എടുത്തുകൊണ്ട് പോകുന്നൊക്കെയാണ് ആര് പറഞ്ഞത്, ജിസയിൽ പറഞ്ഞത്. അനുമോളാണെങ്കിൽ വന്നിട്ട് ജിസയിലിൻ്റെ കൈയൊക്കെ അങ്ങ് തട്ടി മാറ്റി ഭയങ്കരമായിട്ടങ്ങ് ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അനുമോള് ജിസയിലിനെ അടിച്ചെന്നാണ് ഒരു സംഘം അവിടെ പറയുന്നത്. അടിച്ചു എന്നാണ്. നിങ്ങൾ കണ്ടോ അടിച്ചെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക, മസ്റ്റായിട്ടത് കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ്റെ പുറത്ത് പറയുകയാണ്, അടിച്ചേം പിടിച്ചൊന്നുമില്ല. ഈ ഒരു കൈ ഇങ്ങനെ തട്ടി മാറ്റി സംസാരിക്കില്ല, കൈ ഇങ്ങനെ തട്ടി മാറ്റി സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ തട്ടി മാറ്റി. അപ്പം അടിക്കുമെന്ന് വെച്ചാൽ ഈ കൈ തട്ടി മാറ്റി സംസാരിക്കുന്നൊക്കെ കാര്യങ്ങളൊക്കെ അടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടിക്കുക അല്ലെങ്കിൽ ദേഹത്ത് ഇങ്ങനെ കടിക്കുന്നതാണ് അടിയെന്ന് പറയുന്നത്. അത് അടിയൊന്നുമില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇപ്പോൾ ഈ കൈ ഇങ്ങനെ തട്ടി ഇങ്ങനെ മാറ്റത്തില്ല, ഇങ്ങനെ തട്ടി മാറ്റി സംസാരിക്കുന്നതൊക്കെ അത് അങ്ങനത്തെ കാര്യമായിട്ട് കണ്ടാൽ മതി. അത് അടിക്കണമെന്നുണ്ടെങ്കിൽ അനുമോക്കെന്ത് വെച്ചാണ്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നില്ല. ഒരു ഒറ്റ അടി അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കുന്നുണ്ട്. ഇത് അങ്ങനത്തെ അടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കൈ തട്ടി മാറ്റി കാര്യം പറഞ്ഞു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇതിനെ വളച്ചൊടിച്ച് ഇനി എവിടെയും കൊണ്ടെത്തിക്കാൻ നോക്കണ്ട, ഒന്ന് കൈ തട്ടി മാറ്റി സംസാരിച്ചുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ നെവിൻ, സരിക, രേണു ഇവരൊക്കെയാണ് ജയിലിൽ പോണത്. ഇതിനകത്ത് നെവിനും രേണുവും ജയിലിനകത്തും സരിക പുറത്തുമാണ്. പിന്നെ ഇംഗ്ലീഷിലുള്ള സംസാരം, ആര്യനും ജിസയിലും കിച്ചൺ നിന്നിട്ട്
കുറേ ഇംഗ്ലീഷിൽ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അനുമോളാണെങ്കിൽ നല്ല കരച്ചിൽ, അനുമോൾ കരച്ചിൽ നിർത്തുന്നതില്ല, അനുമോൾ അങ്ങനെ കരഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ അനുമോളുടെ ഒരു കൊല ഭീഷണി ഉണ്ട് ഇതിനകത്ത് കേട്ടോണേ. അനുമോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞ് അവളെ കൊല്ലാൻ വേണ്ടി പോലും മടിക്കൂലെന്ന് ആര് പറഞ്ഞു? അനുമോൾ പണ്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായേ. RJ ബിൻസി ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആരുടെ കാര്യമാണ്? അനുമോളുടെ ജിസേലിൻ്റെ കാര്യം നല്ല പോലെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ശരത്തിൻ്റെ ആരോപണം, ഈ കാര്യം വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെന്നിട്ട് ഒരാളെ മുപ്പത് അക്രമം കണക്കത്തെ ഒരു കാര്യങ്ങൾ കാണിക്കുന്നത് ശരിയാണോ എന്നാണ് അപ്പാനിച്ച് തൂക്കുന്നത്. അത് അനുമോളെ പറ്റിയാണ് പറയുന്നത്. അക്രമമായ കാര്യം. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഒരു ഫൈറ്റ് നടക്കാൻ നേരത്ത് എന്തായിരുന്നാലും അവിടെ നമ്മളെ കൺട്രോൾ വിട്ട് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ആ കൺട്രോൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ പ്രശ്നമാണ്. അങ്ങനെ ഫിസിക്കൽ അസൾട്ട് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പുറത്തുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് കൈ തട്ടി മാറ്റിയുള്ള സംസാരം ഒരിക്കലും ഒരു അടിയായിട്ടൊന്നും കാണാനൊന്നും പറ്റില്ല. പിന്നെ എന്തോ ഒരു കാര്യം പറഞ്ഞ് ഈ നോമിനേഷൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ ഒരു കലാഭവൻ സരികയും RJ ബിൻസിയും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പോയി. അതിൻ്റെ ഇടയിൽ കൂടെ ഈ സരികയും കിടന്ന കാര്യമാണ്. ആ ഒരു കാര്യം കൊണ്ട് സരികയും കിടന്ന കാര്യം. പിന്നെ മൈജി ഓണം മാസ് ഓണം ട്രെൻഡ് സോങ്ങിൻ്റെ ഡാൻസ് പെർഫോമൻസാണ് പിന്നെ വന്നിരിക്കുന്നത്. റംസാൻ, ദിൽഷ, മഞ്ജു വാര്യർ, ടൊവിനോയ്ക്കാണ് ഈ ഒരു സോങ്ങിൻ്റെ മൈജി ഓണം മാസ് ഓണം സോങ്ങിൻ്റെ ആ ഇതിലൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ടീം A ആണ് ജയിച്ചത്. അപ്പൻ ശരത്തൊക്കെ ഉൾപ്പെടുന്ന ടീം A ആണ് ജയിച്ചിരിക്കുന്നത്. അവരുടെ പെർഫോമൻസ് സൂപ്പറാണ്. പിന്നെ അച്ചാർ കമ്പനി ടാസ്ക്കാണ് ജയിലുള്ളവർക്ക് കൊടുത്തിരിക്കുന്നത്. അച്ചാർ കമ്പനി ടാസ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ്. പിന്നെ അത് അങ്ങനെ അങ്ങ് പോയി ജയിൽ ടാസ്ക് നടന്ന് തീർന്നു. പിന്നെ ഇന്ന് ലാലേട്ടൻ വരും. ലാലേട്ടൻ വരുമ്പം ചോദിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചോദിക്കാനൊന്നുമില്ല. ഇന്നത്തെ പെർഫോമൻസൊക്കെ വളരെ വീക്കായിരുന്നു. പിന്നെ സ്ഥിരം ക്ലീഷ്യ പോലെ എന്തെങ്കിലുമൊക്കെ കാണാം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സോ ആ ഒരു കാര്യം വെച്ച് ഇനി ലാലേട്ടൻ മുതൽ എന്തൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്നിരുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഞാൻ വീണ്ടും പറയുന്നു, ശനിയാഴ്ചത്തെ എപ്പിസോഡ് സ്ഥിരം ക്ലീഷ്യ സാധനമായിരിക്കും. വലിയ മാറ്റങ്ങളൊന്നും വരാനൊന്നും പോലില്ല. വരും, സംസാരിക്കും. ആ ഒരു ഇവിടെ നമ്മുടെ സ്റ്റോർ റൂമിൽ പറഞ്ഞ് ഇവിടെ സാധനം എടുക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ പറയും, നാളത്തെ എവിക്ഷൻ്റെ കാര്യം പറയും, അങ്ങ് പോകും. ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ കൂടുതലൊന്നും എനിക്ക് പറയാനൊന്നുമില്ല. സോ ആ ഒരു കാര്യം വെച്ച് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പം വലിയ രീതിക്കുള്ള ഒന്നും നടക്കുന്ന പോലും ഇല്ല. രേണു സുധിക്ക് ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട് ഒരുപാട്. രേണു സുധി ഒട്ടും ആക്റ്റീവ് ഒന്നുമില്ല. പുറത്ത് രീതിക്കുള്ള ഒരു ഹൈപ്പ് കൂട്ടുന്ന ഒരു സാധനം പോലില്ല. പിന്നെ ആകെ ഉള്ളത് ആ ജിസൈലിൻ്റെയും അനുമോളുടെ ഇഷ്യൂ മാത്രമാണ് ഒരു കണ്ടന്റ് ഇപ്പോൾ അവിടെ ഉള്ളത്. വേറെ ഒന്നുമില്ല. ആ ഒരു കാര്യം വെച്ച് ഇത്ര പറയാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 12 റിവ്യൂ.